ഹരി ഓം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അറിവ്, കടം കയറി മുടിഞ്ഞ് ഇനി ഒന്നും തന്നെ നശിക്കാനില്ല എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്നവർക്ക് ഉതകുന്ന ഒരു ക്രിയ. ഇനി കടം കയറി മുടിയാത്തവരുണ്ടെങ്കിലും ഈ ക്രിയ തന്നെ ചെയ്യാം. അതല്ല, നമുക്ക് നാളെ ഒരു ഭാവി വരണം എന്നുള്ളവർക്കും ഈ ക്രിയ ചെയ്യാം. ഈ കടം കയറിയവർക്ക് മാത്രമല്ല എന്നർത്ഥം. ഇതിൻ്റെ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. ഭയഭക്തിയോടുകൂടി ഭഗവതിയെ, കേരളത്തിൻ്റെ ഏക മൂലക്ഷേത്രമായ കൊടുങ്ങല്ലൂർ അമ്മയെ പ്രാർത്ഥിച്ചും ധ്യാനിച്ചുകൊണ്ടും 7 ദിവസം നൊയമ്പ് നമ്മുടെ വീട്ടിൽ നോൽക്കണം. അതിനുശേഷം 7ാമത്തെ ദിവസം നമ്മൾ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങുന്നതിന് മുന്നോടിയായി, അല്ലെങ്കിൽ തലേ ദിവസമോ, അകലെ നിന്നുള്ളവർക്ക് തലേ ദിവസം വരേണ്ട വരും. അപ്പോൾ തലേ ദിവസം നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ, ഒരു നാളികേരം എടുത്ത് അതിൻ്റെ മൊരിയെല്ലാം കളഞ്ഞ് അതിൽ ചന്ദനം കൊണ്ട് പൊട്ട് തൊട്ട്, കുങ്കുമം കൊണ്ട് അതിന് മീതെ തൊട്ട്, എണ്ണാപ്പണം അതിൻ്റെ കൂടെ വച്ചുകൊണ്ട് വീട്ടിലെ എല്ലാ അംഗങ്ങളെയും 18 തവണ ഒഴിയണം. ഒഴിഞ്ഞ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ പറമ്പിൻ്റെയോ വീടിൻ്റെയോ 4 മൂലയിൽ നിന്ന് 3 വിരലിൽ കിട്ടാവുന്നത്ര മണ്ണെടുത്ത്, പടിക്കൽ നിന്നും മണ്ണെടുത്ത് അത് ഒരുമിച്ചാക്കിക്കൊണ്ട് വീട് ഒരു വലം വച്ചുകൊണ്ട് ഇറങ്ങണം. പിന്നെ തിരിഞ്ഞു നോക്കാനോ ഒന്നും പോകരുത്. ശേഷം നമ്മൾ ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം ഭഗവതിക്ക് ഒരു ഗുരുതി ചീട്ടാക്കണം. ശത്രുദോഷങ്ങളും ആഭിചാരദോഷങ്ങളും ഷഡ്കർമ്മമായിട്ടുള്ള ബാധാദോഷങ്ങളോ എനിക്കോ എൻ്റെ കുടുംബത്തിനോ കുടുംബാദികൾക്കോ ഇഹജന്മത്തിലോ മുൻജന്മത്തിലോ ചെയ്തതോ ഏറ്റതോ ഏൽപ്പിച്ചതായിട്ടുള്ള ദോഷങ്ങളെല്ലാം തീരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവതിക്ക് ഗുരുതി ചീട്ടാക്കണം. ചെറിയ ഗുരുതിക്ക് 3500 രൂപയോ മറ്റോ ആണ്. അത് കണക്കാക്കി പോകണം. ശേഷം ഒരു ചുവന്ന പട്ട് ചീട്ടാക്കണം. കുരുമുളക് മഞ്ഞൾപ്പൊടി ചീട്ടാക്കണം. കടുംബായുസം ചീട്ടാക്കണം. ഒരു മഞ്ഞൾ പറ ചീട്ടാക്കണം. ഇതെല്ലാം ചീട്ടാക്കിയതിന് ശേഷം ഭഗവതിയെ നാലമ്പലത്തിൻ്റെ ചുറ്റും, അതായത് കോഴിക്കല്ലിൻ്റെ അവിടെ നിന്ന് തുടങ്ങി ക്ഷേത്രപാലകനെ അടക്കം, തൗട്ടുമുത്തിയെ അടക്കം, വസൂരിമാലയെ അടക്കം വരത്തക്ക രീതിയിൽ 3 വലത്ത് ഇട്ട് നേരെ നമ്മൾ പറ നിറയ്ക്കുന്ന സ്ഥലം ഉണ്ടാവും നടയിൽ തന്നെ. അവിടെ മഞ്ഞൾ പറ ചീട്ടാക്കിയതിന് ശേഷം 3 പ്രാവശ്യം മഞ്ഞൾ വാരി ഇടണം. ഇടുമ്പോൾ അമ്മയോട് പ്രാർത്ഥിക്കണം, ഐശ്വര്യവൃദ്ധികൾ തരണേ, അതിനുള്ള മാർഗങ്ങൾ തരണേ, അതിനുള്ള ഭാഗ്യങ്ങൾ തരണേ, സമസ്ത തെറ്റുകുറ്റങ്ങളും പൊറുത്ത് മാപ്പ് തന്ന് എന്ന് പറയണം. മാപ്പ് എന്ന് പറയുന്ന വാക്ക് അവിടെ പ്രത്യേകിച്ച് പറഞ്ഞ് പറന്നിറക്കണം. പറന്നിറയ്ക്കുമ്പോൾ അവിടെ നിന്ന് ശേഷം നമുക്ക് കുറച്ച് കിട്ടും, മഞ്ഞൾ തരും. 1-2 മഞ്ഞൾ നമ്മൾക്ക് അവിടെ തരും. അത് വളരെ ഭക്തിയോടുകൂടി മഹാലക്ഷ്മിയാണെന്ന് സങ്കല്പത്തിൽ വാങ്ങിച്ച് സൂക്ഷിക്കണം. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു തരാം. ശേഷം അകത്ത് കയറി
അമ്മയുടെ തിരുനട എത്താൻ കണ്ട് ഗണപതിയിലൊക്കെ തൊഴുതു സപ്തമാതാക്കളെ തൊഴുതതിന് ശേഷം നടക്കെത്തുമ്പോൾ ഈ പട്ടും നാളികേരവും 18 തവണ തല ഒഴിഞ്ഞ് തൃപ്പടിയിൽ വെക്കണം. ഈ എണ്ണാപ്പണവും കൂടെ വെക്കണം. അപ്പോഴും ഇത് തന്നെ പ്രാർത്ഥിക്കണം. ധനനാശത്തിൻ്റെ ഉള്ള അജ്ഞാതമായ ബന്ധനങ്ങളൊക്കെ ഒഴിഞ്ഞ്, അഭിചാരദോഷങ്ങളൊക്കെ ഒഴിഞ്ഞ് ധനം തരണേ. എല്ലാ ദോഷങ്ങളും ഈ പട്ടിലൂടെ അമ്മയുടെ തൃപ്പാദത്തിലേക്ക് ചേരുന്നു എന്ന സങ്കല്പത്തിൽ ഒഴിഞ്ഞ് തൃപ്പടിയിൽ വെക്കണം. ഈ ചില്ലറ പൈസയും കൂടി വെക്കണം. അതിന് ശേഷം 5 മിനിറ്റ് നിന്നാൽ ആ നാളികേരം നമ്മൾക്ക് അവിടെ നിന്ന് പൂജിച്ചു തരും. അതിനുശേഷം നമ്മൾ ക്ഷേത്രപാലകൻ്റെ നടക്കൽ പോയി ഒരു കാണിക്കയിട്ട് ഭഗവാനെ 3 വലത്തിട്ട് അവിടെയും നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥിച്ച് ശനിയടിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് സകല ബന്ധനങ്ങളും ആഭിചാരദോഷങ്ങളും തീർത്തു തരണമെന്ന് ഭഗവതിയോട് പ്രാർത്ഥിച്ച് ഒഴിഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മുടെ മനസ്സ് നിർമ്മലമാകുന്നത് വരെ ഒഴിയണം. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് ദേഷ്യം വരിക, അല്ലെങ്കിൽ മനസ്സിങ്ങനെ തിളയ്ക്കുക, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അടിക്കരുത്, ഒഴിഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ശാന്തി വരും. അപ്പോൾ നമ്മൾ അത് ദുരിതം ഒഴിയുന്നു എന്ന സങ്കല്പത്തിൽ ശനി അടിക്കണം. അടിച്ചു കഴിഞ്ഞാൽ മണിമാളിക, തൊട്ടപ്പുറത്ത് തന്നെ ദേവിയുടെ മണിമാളികയുണ്ട്, അവിടേക്ക് നോക്കി നമസ്കരിക്കാം. അതിനുശേഷം നമ്മൾ തവിട്ടുമുത്തിയുടെ അടുത്ത് പോയി തവിട് വാരിയിടുക, ദക്ഷിണ കൊടുക്കുക, 5 വെടി വഴിപാട് കഴിക്കുക. ഈ കുരുമുളകും മഞ്ഞൾപ്പൊടിയും വസൂരിമാലയുടെ അടുക്കലെത്തുമ്പോൾ അവിടെയും ഒഴിഞ്ഞിടണം. ഒഴിഞ്ഞിട്ട് അവിടെ സ്വസ്ഥമായിട്ട്, ഇപ്പം മൊത്തം നമ്മൾ 4 പ്രദക്ഷിണം കഴിഞ്ഞു. സ്വസ്ഥമായിട്ട് അവിടെ കുറേ നേരം ഇരുന്നു കൊണ്ട് മനസ്സ് ശാന്തി വരുന്നത് വരെ അവിടെ ഇരുന്നു കൊണ്ട് അമ്മയോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്ന എല്ലാ പ്രാർത്ഥനകളും പ്രാർത്ഥിക്കാം. ഈ ഒരു ക്രിയ, ഒറ്റ ക്രിയയിലോട് കൂടി തന്നെ ജ്ഞാതജ്ഞാതമായ ധനനാശത്തിൻ്റെ കാരണം ആ ബന്ധനം വിടും. ഇതൊക്കെ ഒരുപാട് പേർക്ക് പല പല പൂജകളും ചെയ്ത് പല ആൾക്കാരുടെ അടുത്തൊക്കെ പോയി വന്നിട്ടും പൈസ ഇല്ല എന്ന് പറഞ്ഞു വരുന്ന കുറേ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ക്രിയയാണ്. അവർക്ക് മാറ്റങ്ങളും വന്നിട്ടുണ്ട് അതിന് ശേഷം. അപ്പോൾ നമ്മൾ എല്ലാം സമർപ്പിക്കുകയാണ്. ഇനി എൻ്റെ മുന്നിൽ ഒരു ആത്മഹത്യ അല്ലാതെ വേറൊരു വഴിയില്ല അമ്മേ എന്നുള്ള രീതിയിൽ വരുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിയയാണ്. ഇതിനെങ്ങനെയും കുറച്ച് പൈസയൊക്കെ നമ്മൾ സംഘടിപ്പിച്ചത് ചെയ്യും. നിങ്ങൾക്ക് ജീവിതത്തിൽ ധനം വന്നു തുടങ്ങും. ശേഷം നമ്മൾ വീട്ടിൽ വന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ഉച്ഛിഷ്ടമായി കിട്ടിയിട്ടുള്ള ആ മഞ്ഞൾ അത് തുളസിത്തറയിൽ കുഴിച്ചിടണം. 2 മഞ്ഞൾ കിട്ടിയെങ്കിൽ നമ്മൾ ചോദിക്കാൻ പാടില്ല, അവിടെ നിന്ന് തരുന്നതേ നമ്മൾ വാങ്ങാവൂ എന്ന് പറയാം. ചിലർക്ക് 3 മഞ്ഞളൊക്കെ കിട്ടുമായിരുന്നു, ചിലർക്ക് 1 എണ്ണം കിട്ടുള്ളൂ. 1 എണ്ണം കിട്ടിയ ആളാണെങ്കിൽ തുളസിത്തറയിൽ തുളസിയുടെ കടയ്ക്ക് അത് കുഴിച്ചിടണം. 2 എണ്ണം കിട്ടിയ ആൾക്കാരാണെങ്കിൽ ഒന്ന് ഹാളിൻ്റെ മെയിൻ വാതിലിൻ്റെ ഉള്ളിലായി മഞ്ഞൾ നൂലിൽ കെട്ടിച്ചാർക്കണം. 1 എണ്ണം നമ്മൾ പൂജാമുറിയിലും സൂക്ഷിക്കണം. ഇതാണ് അതിൻ്റെ സിസ്റ്റം. ആ മഞ്ഞൾ, കുഴിച്ചിട്ട മഞ്ഞൾ പൊടിച്ചാൽ നിങ്ങളുടെ സൗഭാഗ്യം അന്ന് തുടങ്ങിയെന്ന് വിചാരിച്ചോളൂ. ഉണക്കമഞ്ഞളായതുകൊണ്ട് പൊടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ 100-ൽ ഒരു 5-4 പേർക്ക് അത് പൊടിച്ച് കിട്ടും.
നിങ്ങളുടെ ഭക്തിയാണത്. അത് പൊടിച്ചു വന്നാൽ നിങ്ങളുടെ വീട്ടിൽ ധനധാന്യ സമൃദ്ധി തീർച്ചയായും വന്നിരിക്കും. ഒരു സംശയം അതിൽ വേണ്ട. അതിനുശേഷം നമ്മൾ എല്ലാ ദിവസവും കാലത്ത് 5:30 ബ്രാഹ്മമുഹൂർത്തം കഴിയാന്നൊക്കെ പറയാം. പക്ഷെ സാധിക്കുന്നവർ കാലത്ത് തന്നെ ചൊല്ലേണ്ടുന്ന ക്രിയ ഗണപതി ഭഗവാന്റെ ഋണമോചന മന്ത്രം. ഞാൻ മുൻ എപ്പിസോഡിൽ ആ മന്ത്രം കൊടുത്തിട്ടുണ്ട്. ആ മന്ത്രം 3 പ്രാവശ്യം ഉരുവിട്ട് ലക്ഷ്മി അഷ്ടകം 1 പ്രാവശ്യം വായിച്ച് ദേവീ മാഹാത്മ്യത്തിലെ നാരായണീയ സ്തുതി 1 പ്രാവശ്യം ചൊല്ലി അമ്മയുടെ കാൽക്കൽ നമസ്കരിക്കുക. തീർച്ചയായും ഞാൻ പറയുന്നു, നിങ്ങളുടെ വീട്ടിലെ കടങ്ങൾ വീടി ഐശ്വര്യം വരാൻ തുടങ്ങും. %100% തീർച്ചയായും ഈ സംഭവം നിങ്ങളുടെ വീട്ടിൽ നടക്കും. ഭക്തിയോടുകൂടി ചെയ്യണം. ചിലർ ചോദിക്കും, ഇത് ചെയ്താൽ ഫലിക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട്. എൻ്റെ ഓരോ എപ്പിസോഡിലും എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞു തന്ന അറിവുകളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അതിൻ്റെ ഫലവും നിങ്ങൾക്ക് സത്യസന്ധമായി ഭക്തിയോടുകൂടി ചെയ്താൽ നിങ്ങൾക്ക് ഫലിക്കും. നിങ്ങൾക്ക് ഫലിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത്തരം കൊച്ചു കൊച്ചു അറിവുകളാണ് എൻ്റെ എപ്പിസോഡിൽ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടിയന് എല്ലാവിധ പ്രോത്സാഹനങ്ങളും തന്ന് അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും കുടുംബ പരദേവതയായിരിക്കുന്ന കൊടുമഹാഭദ്രകാളി അമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരിയോ നമഃ ശിവായ.